ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം. അപ്പം എന്താണ് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയിലെ അധികാരത്തെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സെൻട്രലും രണ്ട് സ്റ്റേറ്റും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അധികാരത്തെ പൂർണ്ണമായി എടുത്തിട്ട് അതിനെ രണ്ട് ഭാഗമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെന്ററിനും ഒന്ന് സ്റ്റേറ്റിനും. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പം രാഷ്ട്രത്തിന്റെ അധികാരത്തെ രണ്ടായി ഡിവൈഡ് ചെയ്ത് ഒന്ന് സെൻട്രലിനും രണ്ട് സ്റ്റേറ്റിനും. ഇതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ അധികാരത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ സെന്റർ ആയിരിക്കും ഭരിക്കുന്നത്. സ്റ്റേറ്റിന് റോളൊന്നും കാണത്തില്ല. ചില സ്ഥലങ്ങളിൽ സെന്റർ ആയിരിക്കും ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുന്ന അതിനെയാണ് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിന്റെ അധികാരത്തെ രണ്ടായി ഡിവൈഡ് ചെയ്ത് എന്താണ് സെൻട്രൽ ആയിട്ടും സ്റ്റേറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ മുഴുവൻ അധികാരങ്ങളും സെന്ററിന് കൊടുക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? യൂണിറ്ററി ബേസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഫെഡറൽ രാജ്യമാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യക്ക് രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ആണ് ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഫെഡറലിസത്തിന് പറയുന്നത്? ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തെല്ലാം ഫെഡറൽ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒന്നാമത് നമ്മൾ പറയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സെൻട്രലും ഉണ്ട്, ഒന്ന് സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ആവേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുണ്ട്. നമ്മുടെ പവേഴ്സിനെ നമ്മൾ എന്തായി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് സെന്ററിനും രണ്ട് സ്റ്റേറ്റിനും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും അതോറിറ്റി. സുപ്രീം അതോറിറ്റി ആരായിരിക്കും? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എഴുതപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ ഉള്ളത്. നമുക്ക് എന്താ ഉള്ളത്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ആണ്. അതേപോലെ തന്നെ ബൈക്കാമർ ലെജിസ്ലേറ്റീവ് ആണ്. രണ്ട് ഹൗസസ് ആണ് നമുക്കുള്ളത്. ലോകസഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട്. ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് നാച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ നാച്ചർ, എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? ഒന്ന്, നമുക്ക് ആദ്യം നമ്മുടെ എന്താണ് പവേഴ്സ് എല്ലാം കേന്ദ്ര ഗവൺമെന്റിലായിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് നേരെ സംസ്ഥാന ഗവൺമെന്റിലേക്ക് അധികാരം പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? നമ്മുടെ ജില്ലാ തലങ്ങളിലേക്ക്. അത് കഴിഞ്ഞ് അധികാരം ബ്ലോക്കിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചായത്തുകളിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വാർഡുകളിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ഓരോ ആളുകളുടെ കയ്യിൽ, ഓരോ വ്യക്തികളുടെ കയ്യിലും അധികാരങ്ങൾ എത്തുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ അധികാരം അല്ലെങ്കിൽ നമ്മുടെ പവേഴ്സ് ആദ്യം എങ്ങനെയാണ്? കേന്ദ്രത്തിന്റെ കയ്യിലായിരിക്കും പവേഴ്സ് ഇരിക്കുന്നത്. ആ പവേഴ്സ് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? സംസ്ഥാന ഗവൺമെന്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു? ജില്ലാ തലങ്ങളിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് ബ്ലോക്ക് തലങ്ങളിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് പഞ്ചായത്തിലേക്ക് വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? വാർഡുകളിലേക്ക് പോകുന്നുണ്ട്. വാർഡുകളിൽ നിന്നാണ് ഓരോ വ്യക്തികളിലേക്ക് നമ്മുടെ അധികാരങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ നാച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏക പൗരത്വമാണ് ഉള്ളത്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ഒരൊറ്റ പൗരത്വേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇന്ത്യൻ പൗരന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അമേരിക്കയിൽ പോയിട്ട് അവരുടെ പൗരത്വം നേടിയെടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അമേരിക്കയിൽ പോയി പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും? അബോളിഷ് ആയി പോകും. അപ്പൊ ഒരാൾക്ക് ഒരൊറ്റ സമയം ഒരൊറ്റ പൗരത്വം മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത നമ്മുടെ സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം സെൻട്രും സ്റ്റേറ്റും തമ്മിൽ എന്തെല്ലാം റിലേഷൻഷിപ്പ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നാമത് വരുന്നത് എന്താണ്? നിയമപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോടതി അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ സെൻട്രും സ്റ്റേറ്റും ഒരേപോലെ അത് അനുസരിക്കണം. അപ്പോൾ സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? സെൻട്രും പാലിക്കണം, സ്റ്റേറ്റും പാലിക്കണം. ഒരേപോലെ തന്നെ എന്ത് ചെയ്യണം? ആ നിയമത്തെ പാലിക്കണം. പിന്നെ അടുത്ത് ഭരണഘടനാപരമായിട്ടുള്ള ബന്ധം. കാരണം എന്ന് വെച്ചാല് ഭരണഘടനാപരമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്ര ആണ് എല്ലാ പവേഴ്സിന്റെയും എന്താണ് സ്ഥിരാകേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്ര ആയിരിക്കും. അപ്പം സെൻട്ര എന്ത് പറഞ്ഞാലും ആര് കേൾക്കണം? സ്റ്റേറ്റ് കേൾക്കണം. ഇതിനെയാണ് ഭരണഘടനാപരമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് സാമ്പത്തിക പരമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി തീരുമാനിക്കുന്ന ആരായിരിക്കും? കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും.
പക്ഷെ അതിന്റെ വിഹിതം എങ്ങോട്ടേക്ക് എത്തും? സെൻട്രലിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് എത്തും. ഇപ്പൊ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. കേരളത്തില് എല്ലാവർക്കും എന്ത് കിട്ടുന്നില്ല, കേരളത്തിലെ പെൻഷൻ കിട്ടുന്നില്ല, അതൊക്കെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം വന്ന സമയത്ത് എന്താ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയാണ്, നമ്മൾ ഇവിടുന്ന് ജി എസ് ടിയുടെ നികുതി നേരെ എങ്ങോട്ടേക്ക് വിട്ടു? മൊത്തവും കളക്ട് ചെയ്ത് സെൻട്രലിലേക്ക് അയച്ചു. പക്ഷെ എന്താണ് സെൻട്രൽ നമുക്ക് തരേണ്ട ആ ഒരു പൈസ തരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാശ് തരാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പം സംഭവം ഇതാണ്, നികുതി തീരുമാനിക്കുന്നതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. പക്ഷേ അതിന്റെ വിഹിതം കംപ്ലീറ്റ് വാങ്ങിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ആ വിഹിതം എന്ന് വെച്ചാൽ 1% മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് എന്താണ് സ്വയംഭരണ പിന്നെ അടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ താല്പര്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രദേശത്തോട് ഒരു താല്പര്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തോട് ഒരു സ്വയം ഭരണം വേണമെന്നൊക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫെഡറലിസം എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്താ ഫെഡറലിസത്തിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിന്റെ അകത്ത് വരുന്നത്.